ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്നൊരു സോയ 65ന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ സോയ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. സോയ ഇഷ്ടമല്ലാത്ത എന്റെ ഹസ്ബൻഡിന് പോലും വളരെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ചിക്കൻ 65നെക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സോയ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 125 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള സോയ ചങ്ക്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സോസ് പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സോയ മുഴുവനും മുങ്ങിക്കിടക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ സോയ ചങ്ക്സിന്റെ അകത്തൊക്കെ നല്ലപോലെ ഉപ്പ് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇനി ഈ വെള്ളം തിളക്കാൻ തുടങ്ങുമ്പം നമ്മൾ എടുത്തു വെച്ച സോയ ചങ്ക്സ് മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം വെള്ളത്തിൽ ഒന്ന് മുങ്ങിക്കിട്ടാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറെ നേരം തിളപ്പിക്കേണ്ട. കുറെ നേരം തിളച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ വെന്ത് പൊടിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ സോയാ ചങ്ക്സിന്റെ ഷേപ്പ് ഒക്കെ മാറിപ്പോവും. അതുകൊണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പം ഒരെണ്ണം എടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. സോയാ ചങ്ക്സ് ഇതുപോലെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയതിനു ശേഷം ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ 2-3 തവണയെങ്കിലും വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സോയാ ചങ്ക്സിന്റെ ആ ഒരു മണം ഒന്ന് മാറി കിട്ടത്തുള്ളൂ. ചിലർക്കൊക്കെ സോയാ ചങ്ക്സ് ഇഷ്ടമല്ലാത്തത് തന്നെ ആ ഒരു മണം ഉണ്ടാകുന്നതുകൊണ്ടാണ്. സോയാ ചങ്ക്സ് തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ 2-3 തവണ പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ ആ മണം മൊത്തത്തിൽ പോയി കിട്ടും. ഞാനിത് 3 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ബൗളിലാണ് മസാല റെഡിയാക്കി എടുക്കുന്നുള്ളത്. ആദ്യം തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കാശ്മീരി മുളക് പൊടിയും നാടൻ മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവും കളറൊക്കെ അനുസരിച്ച് ഇതിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി. പെരിഞ്ജീരകത്തിന്റെ പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ സോയ 65ന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. പെരിഞ്ജീരകം മൊത്തത്തിൽ അങ്ങനെ തന്നെ പൊടിച്ചതാണ്, വറുക്കൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ആദ്യം തന്നെ കുറെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച സോയാ ചങ്ക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് മസാല പുരട്ടിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കീറി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയാ ചങ്ക്സ് ഞാനിവിടെ നല്ലപോലെ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിനിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ സോയാ ചങ്ക്സിന്റെ അകത്തൊക്കെ ഈ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചു കിട്ടുള്ളൂ. 1 മണിക്കൂറിൽ കൂടുതൽ വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിതിപ്പം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 4 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇത് 3ഉം വറുത്ത് കോരി മാറ്റി വെക്കാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതിന്റെ ഫ്ലേവറൊക്കെ എണ്ണയിൽ ഇറങ്ങാൻ വേണ്ടിയാണ് ഇത് ആദ്യം തന്നെ വറുത്തെടുക്കുന്നത്. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച സോയാ ചങ്ക്സ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് കേട്ടോ സോയാ ചങ്ക്സ് വറുത്തെടുക്കുന്നുള്ളത്. ആദ്യത്തെ ബാച്ചിൽ കൊള്ളുന്നത്രയും ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്.
തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി വെക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ തീ കുറച്ച് വെക്കുവാണെങ്കിൽ സോയാ ചങ്ക്സ് കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എണ്ണയിലിട്ട് ഉടനെ തന്നെ ഇത് അനക്കണ്ട. അനക്കിയാൽ ഇതിലെ മസാലയൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇളക്കാൻ പാടുള്ളൂ. അതിനുശേഷം എല്ലാ സൈഡും ഒരുപോലെ ക്രിസ്പി ആയതിനു ശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോയാ ചങ്ക്സ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സോയ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ചിക്കൻ 65-നേക്കാളും ടേസ്റ്റ് ആണ് ഈ ഒരു സോയ 65-ന്. ഇതുവരെ ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഇത് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.